നമ്മളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തിൽ ഇവിടെ ഉണ്ടായ ഒരു സംഭവം എന്താ അറിയോ? ഷംസുലമയുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങളെ ഇവർ മൂടിക്കെട്ടി. ഷംസുലമൻ അങ്ങോട്ട് തരം താഴ്ത്തി, എന്നിട്ട് വേറെ ചില ആൾക്കാരെ പൊന്തിച്ച് 4 പുസ്തകങ്ങൾ ഇറക്കി ഇവിടെ പരസ്യം ഉണ്ടാക്കാനുള്ള പരിപാടി. കാട്ടുകള്ളോ സമതേ, ഇതൊക്കെ എൻ്റെ കുഞ്ഞാടുകോട് പറഞ്ഞാൽ മതി. ഷംസുലമയുടെ തരം താഴ്ത്തി വേറെ ആളെ പൊന്തിച്ച് ഷംസുലമൻ്റെ ഒക്കെ മൂടിക്കെട്ടി ഇവിടെ നടന്നത് ആരാടോ? ഞങ്ങളാ തന്നെ? ഇതെന്താ മനസ്സിലാക്കിയത്? ഇത് എൻ്റെ തൊള്ളോണ്ട് എത്ര വരിയായിട്ട് കണ്ടോ? കളി നമ്മോട് വേണ്ട മോനെ, എന്നൊക്കെ നമ്മൾ നിർത്തി പൊരിച്ചു തരുന്നതാ. ഞാൻ ആരാണ് താഴ്ത്തി കെട്ടിയതെന്നും ആരാണ് മൂടിക്കെട്ടിയതെന്നും ആരാണ് ഷംസുലമനെ താഴ്ത്തി കെട്ടിക്കാണ്ട് വേറെ ആളെ പൊന്തിച്ചാൽ നോക്കിയതെന്നൊക്കെ കണ്ടുപിടി. നല്ല രസമുണ്ടാവും കാണുമ്പോൾ. അത് വരട്ടെ, ഓരോന്ന് വരട്ടെ, എന്നിട്ട് ചോദിക്കാണ്ട്. അണ്ടാ തട്ടിപ്പൊന്നും ഇവിടെ നടക്കൂലട്ടാ, അത് മനസ്സിലാക്കിക്കോ. അതാ ഞാൻ പറഞ്ഞേ, ഈ കാട്ടുകള്ളന്മാരെ നേരിടാൻ ഒരു ഉസ്താവന്മാരും വേണ്ടായിരുന്നേ. നമ്മളെ പോലത്തെ സാധാരണക്കാരെ മതി. ഒരു ഇതും വേണ്ട. ഇറ്റകളൊന്നും ഒരു ചുക്കുമല്ലാന്ന് ആ തൊള്ള മാത്രമേ ഉള്ളൂ. കുറച്ച മൂലകളായി ഇങ്ങനെ നടക്കാന്നല്ലാതാ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ 989കളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. വലിയ പ്രശ്നം, ചെറിയ കാര്യമല്ലത്. ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ പണ്ഡിതന്മാരാ പ്രശ്നത്തിലകപ്പെട്ടത്. നമ്മൾ പല മഹല്ലത്തുകളിലും കാര്യങ്ങൾക്ക് തീർപ്പ് ലഭിക്കാൻ വേണ്ടി നമ്മൾ പല ആളുകളും സമീപിക്കുന്നു സമസ്തന്റെ പണ്ഡിതന്മാർ. അതിൽപ്പെട്ട ഉന്നതന്മാർ തന്നെ കുടുങ്ങി. എങ്ങട്ടാ ഓടിയത്? അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം വന്ന സമയത്ത് ഒരു ഹദറത്തിൽ ചെന്നത് പറയണമെങ്കിൽ ആ ഹദറത്തിന്റെ എന്താണ് അതിന്റെ തിളക്കം അവർക്ക് എല്ലാവർക്കും ബോധ്യമാണല്ലോ. ശൈഖുന ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാവിധം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രത്യേകമായ ശൈഖുന തന്നെ. ആ കാര്യത്തിൽ തീർപ്പ് പറയാൻ അവർക്ക് കഴിയൂ. അതുകൊണ്ടാണല്ലോ ഉള്ളാളം ഉപ്പാപ്പ, മഹാനരായ കുഞ്ഞിക്കോയത്തങ്ങൾ, താജുൽ ഉലമ അവരെന്ന് എഴുതി വെച്ചല്ലോ, ഞാൻ അന്ന് ആ പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ ഓടിപ്പോയത് മടവൂരിന്റെ ഹദറത്തിലേക്കാണ്. അവിടെ നിന്ന് പറഞ്ഞ വാക്കാണ് എന്റെ പിൻബലം. നോക്കൂ നിങ്ങൾ. കേട്ടില്ലേ കാട്ടുകള്ള? സമസ്തയിൽ പ്രശ്നമുണ്ടായി. അപ്പുറത്താരാ? ശംസുൽ ഉലമ, ഇപ്പുറത്തോ താജുൽ ഉലമ. പണ്ഡിതന്മാർ 2 പക്ഷത്തായി. പണ്ഡിതന്മാർക്ക് നമ്മളൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പണ്ഡിതന്മാർക്ക് പോലെ, പണ്ഡിതന്മാർക്ക് പ്രശ്നം വന്നാൽ എന്താ ചെയ്യുക? മടവൂർ സി എം വലിയുള്ളാനത്തേക്ക് പോയി. അപ്പൊ സി എം വലിയുള്ള എന്ത് പറഞ്ഞു? ആർക്കാ പിൻബലം കൊടുത്തത്? ശംസുൽ ഉലമക്കാണോ? അന്നെൻ്റെ ശംസുൽ ഉലമ എവിടെയിനി? ശംസുൽ ഉലമയിൽ മാതൃക ഉണ്ടെങ്കിൽ ശംസുൽ ഉലമക്കല്ലേ സി എം വലിയുള്ള പിൻബലം കൊടുക്കേണ്ടത്? ആർക്കാണോ കൊടുത്തത്? അപ്പൊ ശംസുൽ ഉലമയെ താഴ്ത്തി താജുൽ ഉലമയെ പൊന്തിച്ചു അല്ലേ? പറയടാ മറുപടി. എന്തേ അന്ന് ശംസുൽ ഉലമ എവിടെയിനി? ശംസുൽ ഉലമയുടെ ത്വരീഖത്താണ് ഞങ്ങൾ ത്വരീഖത്ത്. ഞങ്ങൾ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മഅരിഫത്തും ഒക്കെ ശംസുൽ ഉലമയാണെന്ന് പറഞ്ഞല്ലോ. അന്ന് ശംസുൽ ഉലമ എവിടെയിനി? ശംസുൽ ഉലമയുടെ വഴി അവിടെ ഉണ്ടല്ലോ. ആ വഴി അവിടെ ഉണ്ടായിരിക്കെ താജുൽ ഉലമക്ക് പിൻബലം കൊടുത്തത് ആരാണെന്ന് താങ്കൾ പറഞ്ഞേ? മടവൂര് സി എം വലിയുള്ളാഹി. അപ്പൊ ശംസുൽ ഉലമയുടെ താഴ്ത്തി കെട്ടി മറ്റാളെ പൊന്തിച്ചാൽ നോക്കി. ഒന്ന് ഇനി അടുത്ത് കണ്ടോ, ഓരോന്നോരോന്നും ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവർ കാട്ടുകള്ളന്മാരല്ലേ, പിന്നെ ആരാ കാട്ടുകള്ള? ഞാൻ വെറുതെ കാട്ടുകള്ളെന്ന് വിളിച്ചേ. ഇതെന്താ മനസ്സിലായി? ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്, മനസ്സിലാക്കിക്കോ. തൊള്ള തുറക്കുമ്പം ആലോചിച്ചോളേല് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വന്ന് പ്രസംഗിക്കാൻ. ഇന്നലെ ഇവിടെ വന്ന് കാണ്ടേ താമശ്ശേരി എവിടെയാണ് ഇന്നലത്തെ പരിപാടി? ശംസുൽ ഉലമയെ താഴ്ത്തി കെട്ടി മൂടിക്കെട്ടി വേറെ ആളെ പൊന്തിച്ചാൽ നോക്കി നിങ്ങളാ. ഇത് 2022 കാട്ടുകള്ള, മനസ്സിലായോ? 2020 വരെയല്ലേ തള്ളിയത്. ഇതും തള്ളണ്ടേ? നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാരിലല്ലേ എത്തിയത്. അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ നയിച്ചത്. കാട്ടുകള്ളൻ സമതേ, ആലോചിച്ചോ? ഇന്നലെ എന്താ പറഞ്ഞേ? ശംസുൽ ഉലമയെ താഴ്ത്തിക്കെട്ടി വേറെ പോലെ പൊന്തിച്ചാൽ നോക്കി. ആ പൊന്തിച്ചനായി കണ്ടേ കണ്ടേ? എൻ്റെ കാട്ടുകള്ളൻ അളിയാനാണ് ഇരിക്കുന്നത്, പച്ചവല്ലിട്ട് കണ്ട്. ഇജുണ്ടയില്ലേ എൻ്റെ കാട്ടുകള്ളൻ നൗഷാദ് പ്രസംഗിക്കുക. സമസ്തയിൽ പ്രശ്നം വന്നപ്പം താജുൽ ഉലമ പോയിട്ട് പറഞ്ഞപ്പോൾ എന്താ സി എം വലിയുള്ളാഹി പറഞ്ഞത്? നിങ്ങളെ ഹക്കിൻ്റെ മേലിലാണ്, നിങ്ങൾ അതിൽ അടിയുറച്ച് നിൽക്കണം. അപ്പം അപ്പുറത്തെ ഹക്കില്ല. ശംസുൽ ഉലമയോട് താഴ്ത്തിക്കെട്ടി താജുൽ ഉലമയുടെ കൂടെയാണ് ഹക്കുള്ളത്. എന്ത് പറയണ്ട എനിക്ക്? ആരോടോ താഴ്ത്തിക്കെട്ടിയത്? ആരോടോ മുടി വെച്ചത്? ആരോടോ മറ്റുള്ളവരെ പൊന്തിച്ചാൽ നോക്കിയത്? എന്താ മനസ്സിലാക്കിയത്? പച്ചക്കള്ളം പറഞ്ഞാൽ രക്ഷപ്പെടുന്നോ? നീ കണ്ടോ? എനിക്ക് അന്ന് ശംസുൽ ഉലമയുടെ ഒരു വഴിയില്ലേനി. ഇതെന്താ ഇന്നലെ പറഞ്ഞത്?
ഞങ്ങൾ ഒന്നാമത്തെ മജ്ലിസ് തൊട്ട് കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലായിട്ട് ഞങ്ങൾ ദീനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ മജ്ലിസിൽപ്പെട്ട മജ്ലിസുകളാ. ഞാനിപ്പോൾ കാണിച്ച 2 ക്ലിപ്പും ഇനി അടുത്ത് കണ്ടോ, അടുത്ത മജ്ലിസ് ഒന്ന് നമ്മൾ തുടങ്ങുക. ഇതൊന്നൊന്നുമല്ല, ഇത് ഒന്നിൻ്റെ ഒക്കെ ശേഷമല്ല. ഇനി അടുത്ത് കണ്ടോ, വിശദീകരണത്തിന് ആവശ്യമില്ല. ഇവിടെ വിഷയം എന്താ? ശംസുലുലമയെ താഴ്ത്തിക്കെട്ടി മൂടിക്കെട്ടി വേറെയുള്ള ആളെ പുതിച്ചാൽ നോക്കി നിങ്ങൾ ഞങ്ങളെ പറ്റിയേ. അത് കാട്ടുകള്ളന്മാരെ നിങ്ങളാ ചെയ്തത്, മനസ്സിലായോ? അന്ന് താജുലുലമയിൽ മാതൃക. അന്ന് ഈ കാട്ടുകള്ളൻ്റെ നിർദ്ദേശപ്രകാരങ്ങൾ പ്രസംഗിച്ചില്ലേ? ഏത് അളിയൻ്റെ എൻ്റെ. പിന്നെ നിങ്ങൾ വീരാണ്ടിൻ്റെ ആശയത്തിലേക്ക് മാറി. വീരാണ്ടില്ല, സുലൈമാണ്ടി. ആ സുലൈമാണ്ടിൻ്റെ ആശയത്തിലേക്ക് ഈ അടുത്ത് മാറി. അയാൾ നിങ്ങളെ ശംസുലുലമയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങളെ മനസാക്ഷിനോട് ചോദിച്ചു നോക്കി. ഈ കോമാടൻ്റെ നിർദ്ദേശത്തിലും കോമാടൻ്റെ പ്രേരണയിലും നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ താജുലുലമയുടെ കൂടെ ഭൂകോറ്റങ്ങളുണ്ട്. പിന്നെ ഭൂകോറ്റങ്ങൾ ഇന്ന് സലാം ചൊല്ലി മടങ്ങി സലാക്കല്ലി. അപ്പോൾ സുലൈമാണ്ടി പറഞ്ഞെടുത്തു എന്ത്? ഈ ശംസുലുലമയിലെ മാതൃക ആ ശംസുലുലമനെ പിടിച്ചാണ്. അങ്ങനെ പിടിച്ചപ്പോഴാണ് ഈ ഗതികേടുകൾക്ക് വന്നത്, മനസ്സിലായോ? ഞാൻ അടുത്ത് കണ്ടോ. തങ്ങളുപ്പാപ്പാന്റെ മജ്ലിസ് നമ്മൾ കണ്ട പണ്ഡിതന്മാരിൽ അന്യരായ ഖുതുബുൽ ആലം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രത്യേകമായി എഴുതി വെച്ച അൻത അലൽ ഹഖ്, തങ്ങളെ നിങ്ങൾ ഹക്കിന്റെ മേലിലാണ് എന്നൊരു മഹാനായ വലിയന്റെ വായയിൽ നിന്ന് ഒരു വ്യക്തിയോടൊരു വാക്ക് വന്ന് വീഴണമെങ്കിൽ ആ വ്യക്തി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളായിരിക്കണം. ഉപ്പാപ്പയുടെ ജീവിതത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ്. കാട്ടുകളാ പടവാജി എന്നാ ഞാൻ വിടുവോ? എന്താടാ പറഞ്ഞേ? അൻത അലൽ ഹഖ്, നിങ്ങൾ ഹക്കിന്റെ മേലാണ്. എന്താണ് വിഷയം? അതിന്റെ സാഹചര്യം, അതിന്റെ അത് പറയാനുള്ള കാരണം എന്താ? എന്താണ് വിഷയം? സമസ്തയിൽ പ്രശ്നം വന്നു. ഞാൻ എന്ത് ചെയ്യണം? നൗഷാദ് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യണം? എല്ലാം വിളിച്ച് മാറി നിൽക്കുക. എന്താ ചെയ്യുക? അപ്പുറത്ത് ഉസ്താദ് അൻത അലൽ ഹഖ്, നിങ്ങളാണ് ഹക്കിന്റെ മേലില്. അപ്പൊ അപ്പുറത്തുള്ളതോ ശംസുലുലമ. ശംസുലുലമ ഹക്കിന്റെ മേലല്ലാന്നല്ലേ അതിന്റെ അർത്ഥം? CM വലിയതായി പറഞ്ഞു നീ കാട്ടുകള്ളം പ്രസംഗിച്ചതാ. ഇന്നോട് ഇറ്റാടാ ഞങ്ങൾ ചോദിക്കുന്നത്. ശംസുലുലമനെ താഴ്ത്തി കെട്ടി വേറെ ആളെ പൊന്തിച്ചാൽ നോക്കി എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാ കാട്ടുകള്ളന്മാരങ്ങള്? അൻത അലൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേലാണ്. അപ്പൊ ശംസുലുലമേ എന്ന് പറഞ്ഞ ശംസുലുലമി താജുലുലമിയാണല്ലോ. ഇതന്നെ പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പുറത്ത് ശംസുലുലമ, ഇപ്പുറത്ത് താജുലുലമ. എന്ത് ചെയ്യണം? എല്ലാം ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കണം. CM വലിയതായി ഇവിടെ ഉണ്ട്. CM വലിയതാനത്തേക്ക് പോയപ്പോഴോ ശംസുലുലമയിൽ മാതൃക ഉണ്ടെങ്കിൽ CM വലിയതായി എന്ത് പറയണം? എൻ്റെ അമ്മശാങ്കം പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ ഷെയ്ഖിൻ്റെ വാപ്പുണ്ടല്ലോ, അയാളും പറഞ്ഞേ. എൻ്റെ കാട്ടുകളും ഷെയ്ഖും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഇടുന്നില്ല. അവിടെ കറക്കട്ടെ. ആ നമ്മൾ മുമ്പിട്ടതാ. അഞ്ചല പറഞ്ഞിരുന്നില്ല മൂടി കെട്ടിന്ന് താഴ്ത്തി കെട്ടിന്നൊക്കെ. അപ്പം അൻത അലൽ ഹക്ക് എന്ന് പറയുമ്പോൾ ഹക്കിൻ്റെ അപ്പുറത്ത് ആരാണ്? പറയടാ. താജുലുലമ ഹക്കിലാണ്. ശംസുലുലമേ പറഞ്ഞെടുത്തോളെ, പറഞ്ഞു കൊടുക്കുക. ഞാൻ അടുത്ത് കണ്ടോ, അതൊക്കെ നടക്കട്ടെ. ഇതുമൊന്നും തീരൂല. ചോദ്യം നമ്പർ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന എല്ലാവരും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ വിഷയത്തിൽ ഒന്നിരായ താജുലുലമ ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാട്ടുകൊള്ള സമതേ, അന്ന് ശംസുലുലമന്റെ വഴി എവിടെയായിരുന്നു? ഞങ്ങളെ വഴി ശംസുലുലമന്റെ വഴിയാണ്. ശംസുലുലമന്റെ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തുമാണ് ഞങ്ങളത്. അന്ന് അവിടെ ചെയ്യണടോ. താജുലുലമ എന്തൊരു നിലപാടാണോ എന്തൊരു മാർഗമാണോ കാണിച്ചു തന്നത് അതിൽ ഉറച്ചു നിൽക്കണം എന്ന് പ്രസംഗിക്കുമ്പം ശംസുലുലമനോട് മൂടി വെച്ചു. ഇജയ് ശംസുലുലമനോട് താഴ്ത്തിക്കെട്ടി വേറെ ആളെ പൊന്തിച്ചാൽ നോക്കി. താജുലുലമനെ പൊന്തിച്ചാൽ നോക്കി അല്ലേ? ശംസുലുലമ സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ താജുലുലമ സുന്നിയല്ല, ശംസുലുലമ സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ താജുലുലമനെ പറ്റി. കാരണം ശംസുലുലമ എന്താ പറഞ്ഞേ? സമസ്തയിൽ നിന്ന് 1-2 ആളുകൾ ഇറങ്ങിപ്പോയിട്ട് സുന്നിയ എന്ന് പറഞ്ഞാൽ സുന്നിയാവൂല. സമസ്തയിൽ നിന്ന് ഒന്നാമത് ഇറങ്ങിയാൽ താജുലുലമ. ആ സുന്നിയല്ലാത്ത താജുലുലമ, ശംസുലുലമ സുന്നിയല്ല എന്ന് പറഞ്ഞ താജുലുലമ നിങ്ങളെ വാദപ്രകാരം പറയുന്നുണ്ട്. ആ താജുലുലമ മാർഗത്തിൽ നമ്മൾ നിൽക്കണം. എവിടെ വേണ്ട ശംസുലുലമന്റെ മാർഗം? ആരാ ശംസുലുലമനെ മുടിച്ച് താഴ്ത്തി കെട്ടിയത്? വേറെ ആളെ പൊന്തിച്ചാൽ നോക്കിയത്? കാട്ടുകള്ളാജല്ലേ? ഇനിയാണ് എനിക്ക് അടുത്ത് മറ്റേ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഏതൊരാൾക്കും മനസ്സിലാവും. എൻ്റെ ഇന്നലത്തെ താമരശ്ശേരിത്തെ പ്രസംഗവും ഇതും കേട്ടാൽ. മൂടി കെട്ടിയില്ലേ? താഴ്ത്തി കെട്ടി വേറെ ആളെ പൊന്തിച്ചാൽ നോക്കിയില്ലേ? ആരാടാ കാട്ടുകള്ള? പറയും മറുപടി. ഒരു അന്തസ്സുള്ള ഹക്കുള്ള ഒന്ന് മതി. അതാണ് മഹാനായ താജുലുലമയുടെ പാരമ്പര്യം നമ്മെ തെളിയിക്കുന്നത്. ആ നിലയിലും കാര്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കാൻ അർഹമുറാഹിമായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാട്ടുകള്ള സമതേ, ഹക്കുള്ള അന്തസ്സുള്ള ഒന്ന് മതി. അപ്പൊ താജുലുലമയിലെ ഹക്കുള്ളൂ, ശംസുലുലമയിൽ എന്ന ഹക്കില്ലേനോ?
പറടാ മറുപടി. എവിടെയായിരുന്നു ശംസുലമ? അതാ ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ശംസുലമ അന്നുണ്ടല്ലോ, ശംസുലമന്റെ വഴി ഒന്നുണ്ട്. ശംസുലമന്റെ ശരീരത്തും ത്വരീക്കത്തും ഹക്കീക്കത്തും ഒന്നുമില്ലടാ. മയന്റെ ഇത് പ്രസംഗിക്കുമ്പം ജന്തേ മുടി വെച്ച് ജന്തേ താഴ്ത്തിക്കെട്ടി താജുലമനെ പൊന്തിച്ചാൽ നോക്കി. പറടാ മറുപടി. ഇതൊക്കെ എൻ്റെ കാട്ടുകളൻ അളിയൻ്റെ നിർദ്ദേശത്തിലല്ലേ പ്രസംഗിക്കുന്നുണ്ട് അല്ലേ? എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ താഴ്ത്തി കെട്ടി മുടി കെട്ടി വേറെ ആളെ പൊന്തിച്ചാൽ നോക്കിയില്ലേ? ആരടാ ഇവിടെ പൊന്തിച്ചാൽ നോക്കിയത്? ഇതൊക്കെ കാട്ടുകള്ളന്മാരെ നിങ്ങൾ 2013 ശേഷം ഭൂരിശേഷം പറഞ്ഞ പ്രസംഗങ്ങൾ ഇതൊക്കെ ഇന്നലെ എണ്ണയല്ലോ. ഞങ്ങൾ ഒന്നാമത്തെ മജ്‌ലിസ്. ഇതൊന്നും തള്ളിയിട്ട് കാര്യമില്ല, തള്ളാൻ കഴിയില്ല. ഇനി അടുത്ത് കണ്ടോ, ശംസുലമിൽ മാതൃക കണ്ടില്ലേ? ഇപ്പൊ ശംസുലമിൽ മാതൃക, നിങ്ങളെ മാതൃകയുടെ കോലൊക്കെ ഞങ്ങൾക്ക് കണ്ടോ അറിയാം. താജുൽ ഉലമയുടെ ജീവിതവും അവിടുത്തെ ആദർശവും നമുക്ക് കരുത്തു പകരണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പാട്ടുകള്ള സമതേ, താജുൽ ഉലമയുടെ ആദർശവും താജുൽ ഉലമയുടെ ജീവിതവും നമുക്ക് കരുത്തു പകരണം അല്ലേ? അന്ന് ശംസുൽ ഉലമ എവിടെയാണോ? ശംസുൽ ഉലമയുടെ വഴി എവിടെ? നീ ശംസുൽ ഉലമനെ ആരെ മുടി താഴ്ത്തി കെട്ടി മുടിച്ച് എടാ ഹംക അജൂത്ത് പ്രസംഗിക്കുമ്പോൾ ശംസുൽ ഉലമന്റെ വഴി പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഹക്കീക്കത്തും ത്വരീക്കത്തും ശരീഅത്തും മാരിഫത്തും ഒക്കെ ശംസുൽ ഉലമന്റെ പറഞ്ഞേ. എന്തിയാ താഴ്ത്തി കെട്ടി മുടിച്ച് പറയാഞ്ഞ് ഇത് മാത്രം പറഞ്ഞ് താജുൽ ഉലമനെ പൊന്തിച്ചാൽ നോക്കിയതാ? പറടാ വന്ന് കണ്ട്. ഇതെന്താ മനസ്സിലാക്കിയത്? ഇത് വലിയ മശായിഖിന്റെ എൻ്റെ കാട്ടുകള്ളൻ അളിയൻ്റെയും സുലൈമാണ്ടിൻ്റെയും മീരാണ്ടിൻ്റെ ഒക്കെ ഹിഫ്ലും ഹിമായത്തും ഒക്കെ ഉള്ള ആളാ. പക്ഷെ അതൊന്നും ഞങ്ങളെ മുമ്പിൽ അതൊന്നും ഒരു ചുക്കുമല്ല. അതാണ് ഇപ്പം ഇങ്ങനെ കിടന്നുകാണ്ട് ഓയലുന്നുണ്ട് ചേച്ചി. ഇത് പറഞ്ഞ ഇജന്നെ എനിക്ക് എന്നെ കൊണ്ടുവരുന്ന മറുപടി എടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? പറടാ മറുപടി. അല്ലെങ്കിൽ വന്ന് കണ്ട് അല്ല അടുത്ത പ്രസംഗത്തിൽ പറയും. ഓരോ ക്ലിപ്പിട്ടാ പറയണ്ടേ, തുറല തുറക്കാൻ കഴിയില്ല. അജി വന്നോ, ഗ്രൂപ്പിൽ വന്നോ? ഇതിലൊക്കെ ഓരോ ക്ലിപ്പിലും 100 ചോദ്യം ചോദിക്കാണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഒന്നാ ചോദിക്കണുള്ളൂ. എവിടെ ആയിരുന്നു അന്ന് ശംസുൽ ഉലമ? എന്തേ പറയാഞ്ഞ്? ശംസുൽ ഉലമ പിന്നീട് പൊട്ടി മുളച്ചതാ തന്നെ. ഞാൻ അടുത്ത് കണ്ടോ, താജുൽ ഉലമയുടെ പിൻഗാമിയായി ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ ഒന്നരായ ഹാഫിദ് ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിന്റെ നേതൃത്വത്തിന്റെ പാഠവും അതിന്റെ ഒരു ക്ലിയറാണ് ഇന്നലത്തെ മജ്‌ലിസും ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വക്കൽ കാട്ടുകള്ളൻ സമതേ, താജുൽ ഉലമയുടെ പിൻഗാമിയായി നമുക്ക് നേതൃത്വം നൽകാൻ ഹാഫിദ് ഉസ്താദ് ഇവിടെ ഉണ്ട്. അപ്പൊ ശംസുൽ ഉലമയുടെ എന്തേ ശംസുൽ ഉലമനെ മുടിച്ച്? ശംസുൽ ഉലമ അപ്പുറത്തുണ്ടല്ലോ. എന്തേ ശംസുൽ ഉലമയുടെ പിൻഗാമിയാകാഞ്ഞേ? എൻ്റെ അളിയൻ താജുൽ ഉലമയുടെ പിൻഗാമിയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിച്ച് ഈ കാലം വരെ. ഈ 1-2 കൊല്ലത്തിന്റെ ശേഷം എന്താക്കി? സുലൈമാണ്ടി നിങ്ങൾ ഈ സ്വാധീനം ചെലുത്തി. സുലൈമാണ്ടി പറഞ്ഞു ശംസുൽ ഉലമയിലാണ് നമുക്ക് മാതൃക. സുലൈമാണ്ടിക്ക് ഇതൊന്നും അറിയില്ല, ഈ പ്രസംഗിച്ചൊന്നും അയാൾക്കറിയില്ലല്ലോ. ഈ മൈന്താളാണ് ഇത് ഡിലീറ്റാക്കി അയച്ചാണ് ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കുക. അങ്ങനെ സുലൈമാണ്ടി നിർദ്ദേശപ്രകാരം 2024 ശേഷം ശംസുൽ ഉലമയിൽ നമുക്ക് മാതൃക ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടവണ്ണപ്പാറമെന്ന് തുടങ്ങിയതാ. അതുവരെ ശംസുൽ ഉലമ ചേരി, അതുവരെ താജുൽ ഉലമേനി. മനസ്സിലായോ? എങ്ങനെയുണ്ട്? എന്നിട്ടിപ്പോൾ സുലൈമാണ്ടിന്റെ നിർദ്ദേശപ്രകാരം താജുൽ ഉലമ സുന്നിയല്ല എന്ന് പ്രസംഗിച്ചടക്കുക ഈ മൈന്താള്. എങ്ങനെയുണ്ട്? കേട്ടോക്കി. ഇത്രത്തോളം താജുൽ ഉലമനെ പറ്റി പറഞ്ഞപ്പം ഇപ്പൊ ശംസുൽ ഉലമ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് പറയലാ ഈ താജുൽ ഉലമ. താജുൽ ഉലമനെ പറയണ്ടേ ഞാനാടാ, എന്നോടാ തെറ്റ് ചെയ്ത് എപ്പിനോടല്ല എന്ന് താജുൽ ഉലമ പറഞ്ഞ ക്ലിപ്പ് നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് കേൾപ്പിച്ചതാണൊക്കെ ആ താജുൽ ഉലമ. ഇതിപ്പോൾ വ്യാജ സമസ്ത, വ്യാജം, മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് വാജ് കാണിച്ചു തരാം. താജുൽ ഉലമക്ക് സമസ്ത നേതൃത്വം കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാ? അത് കാട്ടുകള്ളൻ നൗഷാദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തുനിന്ന്. ഇന്ത്യത്തിൻ്റെ നമ്മൾ മുമ്പ് കേൾപ്പിച്ചിട്ടില്ലേ? CM വലിയുള്ളാഹിയാണ്. ഇതിലും പറഞ്ഞല്ലോ പിമ്പലം കൊടുത്തത് ഒക്കെ CM വലിയുള്ളാഹിയാണ്. അന്ന് ശംസുൽ ഉലമയോട് മുടിച്ചു താഴ്ത്തിക്കെട്ടി മറ്റാളെ പൊന്തിച്ചാൽ നോക്കി. സമത് ഇന്നലെ പറഞ്ഞല്ലോ. അത് എങ്ങനെയുണ്ട് കാട്ടുകള്ള? മറുപടി പറയും. അല്ലെങ്കിൽ ഇതൊക്കെ തലി കെട്ടിയിട്ട് മൂല്യരല്ലെങ്ങായി. വലിയ ലോകം നിയന്ത്രിക്കാൻ ഷെയ്ഖിന്റെ അളിയനും ബറക്കത്തുള്ള ആളും കറാമത്തുള്ള ആളും. എനിക്ക് കുറച്ചൊക്കെ ഉണ്ടാവില്ല, ചാരിയത് മണക്കില്ല. എനിക്കും കുറച്ച് കറാമത്തൊക്കെ ഉണ്ടാവുമല്ലോ. സാധാരണക്കാരായ ഒരു ചുക്ക് വരാത്ത സാധാരണക്കാരോട് വന്നിട്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉസ്താദന്മാരൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതുപോലെ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ കച്ച കെട്ടിയായിട്ട് ഇറങ്ങിയാണ്ടല്ലോ. ഞാൻ ഇപ്പോൾ വല്ലാതെ ഇറങ്ങില്ല. നമ്മൾ മെനക്കെട്ടാണ്ട് കുത്തരം നോമ്പ് നോറ്റാണ്ട് ഇറങ്ങിയാണ്ടല്ലോ. തുണിയും കഴിച്ച് ട്രൗസറും കഴിച്ച് നിങ്ങളൊക്കെ ട്രൗസറുമ്പോൾ വെള്ളി ട്രൗസറും വായിപ്പിച്ചു. നമ്മൾ ഇപ്പോൾ തന്നെ ഒന്നായിട്ട് ഇതായില്ലേ, വഷളായി. സാധാരണക്കാരുടെ ഇടയിലെ വഷളാകില്ല. എത്ര ഉസ്താദന്മാർ ഗ്രൂപ്പിലുണ്ട്? ആരും ഇറങ്ങുന്നില്ലല്ലോ. ഓലൊക്കെ അങ്ങനെ ഗാലറി കുത്തിട്ട് കളി കാണുക. നമ്മൾ കളിച്ചാ ഇവിടെ ഇറങ്ങി ഞമ്മക്കുള്ളൂ ചക്ക. നമുക്ക് വരെ പോരാ. അല്ല നൗഷാദ് ചെന്നു പാട്ടുകളും കുഞ്ഞാമും അതിനെ തോന്നിയ ദിവസം പറയില്ല അറിയുള്ളൂ. ഓനോട് പറഞ്ഞെങ്കിൽ നമ്മൾ ഉടുക്കാത്ത പിരാന്തനാണെങ്കിൽ നമ്മൾ ഉടുക്കാത്ത പിരാന്തനാണോ? അത് വേണ്ടിയൊന്നും ആവും. നാളത്തെ ഞാൻ ഒന്നും അയക്കുന്നത് ഇനിയും അവരോട് പറഞ്ഞാലേ. അതുകൊണ്ടൊന്നും തോന്നിയ ദിവസം പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ 10 എണ്ണം പറയാൻ നമുക്ക് കഴിയും. മനസ്സിലാക്കിക്കോളേണ്ടി.
വസ്സലാത്തു വസ്സലാം അജ്മഈൻ അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.